ഹലോ ഗായ്സ്, മ്യൂസിക് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂബ് ലൈറ്റ് കണ്ട, ഈ ഒരു ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്നത് പഴയ ടൈപ്പ് ഫിലമെൻറ്റിൻ്റെ ട്യൂബ് ലൈറ്റ് ആണ്. ഇത് മേടിക്കാനായിട്ട് ഞാൻ ആലുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം കയറിയ കടയിൽ ഈ ഒരു ട്യൂബ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാൻ സമയം എൻ്റെ നേരെ ഒരു ഗ്ലാസ് ചായ നേരെ ഒരു ആൾ കൊണ്ട് തന്നിട്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവിടെ അതിന് മുന്നേ ഞാൻ ചെല്ലണ സമയത്ത് ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊരു എന്താ പറയുക, ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചായ കൊണ്ടു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊരു പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ആ സ്പോട്ടിലാണ് ഞാൻ ആലോചിച്ചത്, എന്തായാലും നമുക്ക് യൂട്യൂബ് ചാനലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടും പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ ആൾക്കാർ തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൂടാന്ന് അങ്ങനെ ചിന്തിച്ച ഉടനെ തന്നെ എനിക്ക് ചായ കൊണ്ടു തന്ന ആ ഒരു ബ്രോയോട് ഞാൻ പറഞ്ഞു, ബ്രോ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു ആ വീഡിയോ അതിനിപ്പോൾ എന്താ ബ്രോ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ ആ ഒരു ഷോപ്പിൽ കയറി ഈ ഒരു വീഡിയോസ് എടുക്കുകയും ചെയ്തു. ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിലെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ഒരു ടൈൽ വിരിച്ചൊരു റോഡുണ്ട്, അതായത് ഇൻ്റർലോക്ക് ടൈൽ വിരിച്ചൊരു റോഡുണ്ട്. ആ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് എൻ്റർ ആയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ മാറിയിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ്. ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കിഡ്സിനും മെൻസിനും വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പാർലറാണ്. ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഹെയർ കട്ടിങ് മാത്രമല്ല, ഹെയർ കളറിങ്, പിന്നെ അതേപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഞാൻ അവിടെ കയറിയിട്ട് ആ ഒരു ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചെയറും പിന്നെ അതേപോലെ എയർ കണ്ടീഷൻ ചെയ്തേക്കണ ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ട് നല്ല സെറ്റായിരുന്നു. ഷോപ്പായിട്ട് ആളുടെ റിലേറ്റീവ് ആണ്, ചേട്ടനാണല്ലേ? ചിലപ്പോൾ നന്നായിട്ട് വരട്ടെ കേട്ടാ. അങ്ങനെ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് CCTVയുടെ ആവശ്യങ്ങളൊക്കെ ആൾ പറഞ്ഞത്. അങ്ങനെ നമുക്ക് CCTV കാര്യമൊക്കെ സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആദ്യം ലെഫ്റ്റ് സൈഡ് ഒന്ന് പോയി നോക്കി ആ ഒരു ട്യൂബ് ലൈറ്റ് കിട്ടുമെന്ന് അറിയാനായിട്ട്. പിന്നെ റൈറ്റ് സൈഡ് കടകളിൽ കയറി നോക്കി. ഒരു സ്ഥലത്തും ആ ഒരു ട്യൂബ് ലൈറ്റ് ഫിലമെൻറ്റിൻ്റെ ട്യൂബ് ലൈറ്റ് അവൈലബിൾ അല്ല കേട്ടോ. അങ്ങനെ കടകളൊക്കെ ട്യൂബ് അന്വേഷിച്ചാണ് ഈ ഒരു കടയിൽ നിന്നുണ്ട് അവസാനം നമുക്ക് ട്യൂബ് കിട്ടിയത്. അങ്ങനെ ട്യൂബ് മേടിച്ച് നേരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയായിരുന്നു. ഈ ഒരു സിവിൽ സ്റ്റേഷൻ റോഡ് കണ്ടോ, ഈ ഒരു സിവിൽ സ്റ്റേഷൻ റോഡിലാണ് ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ആലുവയിലെ ഫേമസ് ഹോട്ടലാണ് ദി ഗ്രാൻഡ് ഹോട്ടൽ. എല്ലാവർക്കും അറിയാം. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഫുഡ്സിനെല്ലാം ഇവരുടേതായ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാവും. ആദ്യം ഞാൻ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും രുചി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞു, മിസ് ഇതെന്ത് മിസ് ഇത് ഒരു രുചിയില്ലല്ലോ. അപ്പോഴാണ് മിസ്സ് പറഞ്ഞത് അവർക്ക് അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അവരുടേതായ ഒരു റെസിപ്പിയിലാണ് അവർ ബിരിയാണിയൊക്കെ മേക്ക് ചെയ്യണത്. രുചിക്കോ കാര്യത്തിനോ വേണ്ടിയിട്ട് യാതൊരു പ്രിസർവേറ്റീവും അവരതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് രുചി കുറവായിട്ട് തോന്നും, അതാണ് അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വയറ് കേടാവുകൊണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ കഴിച്ചു. പിന്നെ ഇത്തിരി പൈസ കൂടുതലാണ് കേട്ടോ.